സെക്രട്ടേറിയറ്റിന് മുന്നിലെ അംഗനവാടി ജീവനക്കാരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം 7 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ കാണുന്നത് പോലെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ആശാവർക്കർമാർക്ക് പിന്നാലെ വലിയൊരു സമരവുമായാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ ഒരു ഫോണാണ്. ഇവരുടെ വേതനവും അതുപോലെ പെൻഷൻ ആനുകൂല്യങ്ങൾ മാത്രമല്ല, ഇവർക്ക് ജോലി ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുള്ള ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൂടി ഇപ്പോൾ ഇവർ ഉന്നയിക്കുകയാണ്. അതായത് 2019 അവർക്ക് ഈ ഒരു ഫോൺ നൽകിയത്. ഇപ്പോൾ അത് ഉപയോഗശൂന്യമാണ്. തങ്ങളുടെ സ്വന്തം ഫോണും നെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അവരുടെ ജോലികൾ പോലും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു ഫോണിന്റെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നം? ഫോൺ കിട്ടിയിട്ട് 1 വർഷം പോലും ഇത് വർക്ക് ചെയ്തിട്ടില്ല. ഇതിന് 10,000 രൂപ അനുവദിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കമ്പനി നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്താൽ നോക്കും, 4,500 രൂപ പോലും ഈ ഫോണിനില്ല. ഈ ഫോൺ തകരാറായിട്ട് 2 വർഷമായി. ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഇത് അറിയിച്ചു. ഞങ്ങൾ വനിതാ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ എല്ലാവരും ഇത് അറിയിച്ചിട്ടുണ്ട്. ഒന്നിക്ക് ഇതിൻ്റെ ബാറ്ററി അങ്ങ് മാറ്റിയാൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വരാനും മുൻകൈ എടുത്തിട്ടില്ല. ഇപ്പോൾ ഓരോ ദിവസം പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞാൽ ഓരോ സോഫ്റ്റ്വെയർ ഇങ്ങോട്ട് ആപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ഇതിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ അങ്ങോട്ട് പറയുന്നത് ടീച്ചർമാർ സ്വന്തം ഫോണിൽ ചെയ്യാനാണ്. ഈ 12,500 രൂപ ഇങ്ങനെ കിട്ടുമ്പോൾ ഞങ്ങൾ ഏത് പൈസ കൊടുത്തിട്ട് ഫോൺ വാങ്ങേണ്ടത്? അത് റീചാർജ് ചെയ്യാൻ തന്നെ, നെറ്റ് കണക്ഷൻ എടുക്കാൻ തന്നെ ഞങ്ങൾക്ക് പൈസയില്ല. പക്ഷേ ദിവസം ഇത് ഫോണിലേക്ക് ഓരോ അപ്ഡേഷനും ഓരോ വർക്കുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഗവൺമെൻറ് മന്ത്രിസഭയിലൊക്കെ പറയുന്നത് കേട്ടോ, അവർക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് ഫോണാണെന്ന് വന്നിട്ടൊന്ന് പരിശോധിക്കാൻ വേണ്ടി പറയണം. ഇപ്പോൾ ഏത് ഫോൺ ഉപയോഗിച്ചിട്ടാണ് ടീച്ചർമാർ ജോലി ചെയ്യുന്നത്? ഒരു സ്വന്തമായി ഫോൺ പോലും വാങ്ങാനുള്ള ഗതിയില്ലാത്ത അംഗൻവാടി ജീവനക്കാരെയാണ് ഈ പൊരിവെയിലത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ചെറിയൊരു ആനുകൂല്യം കിട്ടിയാൽ ഞങ്ങൾ ഈ പൊരിവെയിലത്ത് ഞങ്ങളുടെ കുടുംബവും വിട്ട് അസുഖം മറന്നുകൊണ്ട് ഇവിടെ വരില്ല. എന്നിട്ട് പോലും 2 മന്ത്രിസഭയായാലും സംസ്ഥാന മന്ത്രിസഭയിലും കണ്ണു തുറക്കാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു മിനിമം വേതനം അതേ ഞങ്ങൾ ചോദിക്കുന്നില്ല, ഒരു 700 രൂപ തോതിൽ അതുപോലും തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മിനിയാന്ന് മന്ത്രി അടന്ന് പറയുന്നത് കേട്ടു, പ്രതിഫലവും കൂട്ടില്ല, അവരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കില്ല എന്ന്. ഇതേ മന്ത്രി 1 മാസത്തെ വേതനം വേണ്ടാന്ന് വെക്കുമോ? ഞങ്ങൾക്ക് ഈ കിട്ടുന്ന 1 മാസത്തെ ശമ്പളം മതി 1 ദിവസത്തെ ജീവിതം കഴിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈ പാവപ്പെട്ട ടീച്ചർമാർ, ഞങ്ങൾ 20-40 വർഷം ജോലി ചെയ്തവരാണ് ഞങ്ങൾ. എന്നിട്ട് പോലും ഞങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ ഒരു റിട്ടയർമെന്റ് ആനുകൂല്യം ഞങ്ങൾക്ക് തരണ്ടേ? അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഈ 2 സമരങ്ങളിൽ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ വീണ്ടും ഈ സമര പരിപാടികൾ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഈ 2 കൂട്ടരുടെ തീരുമാനം. ബിജു VS-നൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.